ഗൈസ്, വെൽക്കം ടു ആര്യാസ് ഡയറീസ്. നമ്മൾ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഗ്യാപ്പിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യാണ്. ഒന്നുമല്ല, ജൂൺ ജൂലൈ ഇയർ എൻഡ് അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ENTൻ്റെ എൻഡ് ഓഫ് റൗണ്ട് എക്സാംസ് അതിന് ജൂൺ 18 കഴിഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഈ ഒരു ടൈം പീരീഡ് വരെ എവിടെയും പോവുക കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു പർച്ചേസിനോട് വേണ്ടിയിട്ട് പിന്നെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഫുള്ള് വീട്ടിലാണ്. കാരണം ഇന്ന് തൊട്ട്, അതായത് ജൂലൈ 2, അപ്പോൾ ഇന്ന് തൊട്ട് നമ്മളെ ഫൈനൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒഫ്താൽമോളജി, അതിന് ENT, പിന്നെ എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് ഫോറൻസിക്, പിന്നെ ഒരു ഫോറൻസിക് ലാബ് കൂടി കഴിഞ്ഞാൽ നമ്മൾ എക്സാംസ് കഴിയാണ്. എക്സാം കഴിഞ്ഞ് അന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ നമ്മൾ നാട്ടിലേക്ക് പോകണം. മറ്റേ റീലില്ലേ, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആഫ്റ്റർ ഫിനിഷിങ് ദിയർ സെം എക്സാം എന്ന് പറഞ്ഞ് ഏതാണ്ട് ആ ഒരു അവസ്ഥയൊക്കെ തന്നെയാണ്. സോ ഇന്ന് ഒഫ്താൽമോളജി എക്സാമാണ്. അതാണ് ഇങ്ങനെ ക്ഷീണിച്ച് ഒരുമാതിരി കോലത്തിൽ നിൽക്കുന്നത്, ഉറങ്ങിയിട്ടില്ല. ഒഫ്താൽമോളജി സത്യം പറഞ്ഞാൽ ഫുള്ള് ഒരുമാതിരിപ്പെട്ട അവസ്ഥയാണ്. കാരണം ഇതിൻ്റെ എൻഡ് ഓഫ് റൗണ്ട് എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഓസ്കി, അതായത് എൻ്റെ ക്ലിനിക്കൽ എക്സാം ഇല്ല, അത് ഞാൻ എഴുതിയിട്ടില്ല. പിന്നെ ക്ലാസ് ഒന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായില്ല, കാരണം ഞാൻ അവിടെ കാല് വെട്ടി കിടക്കുകയായിരുന്നല്ലോ. സോ നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ പ്രൊസീജിയർ ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. അതിനോട് ഈ മോഡ്യൂളിനെ പറ്റി എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. സോ ആദ്യം തൊട്ട് ഇങ്ങനെ ഫിഗർ ഔട്ട് ചെയ്ത് വരുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ എനിവേസ് നമ്മളത് ഒരു 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 പരിധി വരെ നമ്മൾ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി എന്തായാലും ഇപ്പോൾ സമയം ഏതാണ്ട് 8 മണി ആവാനായിട്ടോ. 10 മണിക്കാണ് എക്സാം. നമ്മൾ ഫ്രഷ് ആവണം, ഒന്ന് കുളിക്കണം, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി കിടന്നുറങ്ങും. കുളിക്കണം, കോഫി കുടിക്കണം, ഡ്രസ്സ് വാങ്ങണം, പോകണം. എത്രത്തോളം വീഡിയോ കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തെങ്കിലും ഒരു വീഡിയോ ഉണ്ടല്ലോ എന്നുള്ളതിൽ ഈ ത്രൂ ഔട്ട് എക്സാം നമ്മൾ ജൂലൈ 19 വരെയുള്ള, അതായത് എക്സാം കഴിയുന്ന വരെയുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ സ്റ്റേ ട്യൂൺഡ് ബോയ് ഫോർ ഗോയിങ് എക്സാം. എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കും. പേപ്പറിൽ കഴിഞ്ഞ ENT എക്സാമിനില്ലേ, ഞാൻ എക്സാം ഹാളിൽ കിടന്ന് കരഞ്ഞു പോയി. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ മുന്നേ സെയിം ഇൻസിഡൻറ്റ് ഉണ്ടായത് സെക്കൻഡ് ഇയർ ന്യൂറോന് ഫൈനൽ എക്സാമിനാണ്. എന്താ അറിയില്ല, ഇടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ കരച്ചിലൊക്കെ ആയിരുന്നു. ഇന്ന് എന്തായാലും നമ്മളപ്പോൾ പോവാണ്. ഇപ്പോൾ ഏതാണ്ട് 8:30 കഴിഞ്ഞ് ഇപ്പോൾ പോയി, പതുക്കെ പോയി എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് അവിടെ എത്തി. അങ്ങനെയൊക്കെ ഇന്ന് ഭയങ്കര ആവശ്യമൊക്കെ കേട്ടോ വ്ളോഗ് എടുക്കാൻ. ചിലപ്പോൾ അടുത്ത എക്സാമിനൊക്കെ ഞാൻ ഈ കാര്യം മറന്നു പോകണ്ടാവും. അപ്പോൾ എന്തായാലും ബോയ്, ഐ എം ഗോയിങ്. വിഷ് മീ ഓൾ ദ ബെസ്റ്റ്. ഇവിടെ നിറച്ചും പോവാ. വിടാം. പഴം ഇപ്പോൾ ഇന്നത്തെ എക്സാം ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പം കിടന്നുറങ്ങി ഉറക്കമാണ്. ഇപ്പം സമയം ഏതാണ്ട് 12 മണി കഴിഞ്ഞിട്ട് ഏതാണ്ട് വീട്ടിൽ 2 മണിയാകുമ്പോൾ എത്തി. ഭയങ്കര വയറൊക്കെ എന്തൊക്കെ ഒരുമാതിരിയായിരുന്നു, ഫുഡ് കഴിക്കാണ്ടിരുന്നതിനോണ്ട്. ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിലെത്തി ആ ഒരു ഉറക്കമാണ്. ഇപ്പോൾ 12 മണിക്ക് എണീക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ആയിട്ട് നിൽക്കാമെന്ന്. എന്തായാലും ജൂലൈ 19 നാട്ടിൽ പോവാം. ഇന്നിപ്പോൾ ജൂലൈ 3 അപ്പോൾ എക്സാംസ് ഉണ്ട് ഇടയ്ക്ക് കൂടി. അപ്പോൾ എനിക്ക് കാര്യമായിട്ടൊരു കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. സോ എക്സാം കഴിയുന്ന ആ ഡേയ്സ് ഓരോ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ ഒഫ്താൽമോളജി കഴിഞ്ഞതിനുണ്ട്. ഇന്ന് എൻ്റെ ട്രോളി കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. 1:15 വർഷമായി നാട്ടിൽ പോയിട്ട്. അതുകൊണ്ട് ട്രോളി ഫുള്ള് എൻ്റെ പഴയ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. അത് ക്ലിയർ ചെയ്യണം. പിന്നെ ENTൻ്റെ എക്സാമിൻ്റെ അന്ന് വൈകുന്നേരം കുറച്ച് പേരെ കാണാൻ പോകാണ്ട്. അങ്ങനെ ഓരോന്നൊക്കെ സാധനങ്ങൾ മേടിക്കാണ്ട്. പിന്നെ ഫോറൻസിക്കിൻ്റെ അന്ന് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പുറത്ത് പോകണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട്. നടക്കുകയായിരിക്കും. പിന്നെ അടുത്ത എക്സാം കഴിഞ്ഞ് പിന്നെ പോവുകയാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഓവർ ടൈം കാര്യങ്ങളൊന്നുമില്ല. സോ ഓരോ എക്സാം കഴിയുന്നൊന്നും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കാൻ വിചാരിക്കും. ഈ ട്രോളി പ്രോപ്പറായിട്ടൊന്ന് വാഷ് ചെയ്യണം. ഈ ട്രോള് ഞാൻ ഫസ്റ്റ് ഇയർ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഈ ട്രോള് ഞാൻ നാട്ടിൽ കൊണ്ടുപോയില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. സോ ഇവിടെ ഇങ്ങനെ കിടന്ന് പൊടി പിടിച്ചിക്ക്.
അങ്ങനെ കുറേ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അതായത് എൻ്റെ 2 കുഞ്ഞു ട്രോളിൽ കുറേ ഡ്രസ്സ് ഉണ്ട്. എന്നെങ്ങനെ എന്തോന്നും അറിയില്ല, നാട്ടിൽ ഉള്ള ടൈമിൽ ഉണ്ടായിരുന്ന ഡ്രസ്സൊക്കെ ഇങ്ങോട്ട് നമ്മൾ ഫസ്റ്റ് ഇയർ കൊണ്ടുവരുമല്ലോ. പിന്നെ ഫസ്റ്റ് ഇയർ എനിക്ക് ഇവിടുന്ന് എപ്പോഴും ഡ്രസ്സ് മേടിക്കാന്നുള്ളൊരു ഭ്രാന്തായിരുന്നു. എന്നാൽ അത് പ്രോപ്പറായിട്ട് ഇട്ടു അതുമില്ല. ഇപ്പം ആ സ്വഭാവമൊക്കെ നിന്നിട്ടോ. അപ്പോൾ എനിക്ക് കണ്ട് ഇഷ്ടപ്പെടുന്ന ഒന്നെടുത്തിട്ട് അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം ഈ സ്വഭാവം എനിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഇത് ഭയങ്കര ലെങ്ത് ആക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആണ്, കാരണം എക്സാംസിന് എല്ലാ കാര്യവും ഇതിലുണ്ടാവില്ലോ. അപ്പോൾ ഇതെടുത്തിട്ട് വെറുതെ ഇങ്ങനെ ലെങ്ത് കൂട്ടണ്ട വിചാരിച്ചു ഞാൻ പിന്നെ കുറച്ച് ഇങ്ങനത്തെ ബാഗ്സൊക്കെ മേടിച്ച് വെച്ചിട്ട് നല്ല പ്രോപ്പറായിട്ട് പെട്ടി അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ. സോ ഓരോ സെക്ഷനായിട്ട് ഒരു ദിവസം ഇങ്ങനെ പാക്ക് ചെയ്ത് അങ്ങനെ ഇതാക്കാൻ നോക്കാം. ഞാൻ എന്തായാലും എൻ്റെ ട്രോളിൻ്റെ അവസ്ഥ ഒന്ന് കാണിക്കാം. ഒരു ലോഡ് ഡ്രസ്സ് ഒട്ടും അറേഞ്ച്മെൻ്റ് ആക്കി വെക്കേണ്ടതാ. ഇതൊക്കെ അങ്ങനെ എടുത്ത് നമുക്ക് പുറത്തേക്ക് ഇടണം. ഇതിൽ നല്ലത് കുറേ ഉണ്ട്, പക്ഷെ ഇതൊക്കെ കണ്ടു, ഇതൊക്കെ ഒരു വട്ടം ഇട്ടിട്ടുള്ളത് പിന്നെ ഇട്ടിട്ട് പോലും ഇല്ല. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫയലിൽ എനിക്ക് എന്തൊക്കെയോ സാധനം കിട്ടി. ഞാൻ ഫസ്റ്റ് ടൈം ഈജിപ്തിലേക്ക് വന്ന് ഗൾഫിൻ്റെ ടിക്കറ്റും ബോർഡിംഗ് പാസും പിന്നെ അതിൻ്റെ സീറ്റ് നമ്പറൊക്കെ വരുന്ന ഇത്, പിന്നെ എൻ്റെ 10ത്തെ പ്ലസ് 2ത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അയ്യോ എന്തല്ലേ കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ റെഡിയാക്കി വെക്കുക. നാട്ടിലേക്ക് പോകുമ്പോൾ ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വിചാരിച്ചു. ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ചെക്ക് ബുക്ക്, ATM കാർഡ് ഇതൊക്കെ തപ്പിപ്പിടിച്ച് ഇങ്ങനെ കറക്റ്റ് എടുത്ത് വെക്കണമല്ലോ. അപ്പം അതിൻ്റെ ഒരു ഇതില്ലാണ്. ഗൈസ്, ഇന്ന് നമ്മളെ 3rd ഇയർ എക്സാമിൻ്റെ 2nd ഡേ ആണ്. ജൂലൈ 9th ENT എക്സാമാണ്. എന്നോട് രാവിലെ എണീറ്റപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ഒഫ്താൽമോളജിൻ്റെ അന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എക്സാമിൻ്റെ അടുത്ത് മറന്നു പോകുന്നു വീഡിയോ എടുക്കാൻ. സെയിം ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. നല്ല പേടിയാവുന്നുണ്ട്, എന്താ അറിയില്ല, എവിടെ നിന്നും ഇല്ലാത്തൊരു ടെൻഷൻ നോക്കാം. എല്ലാം ഓക്കെ വരുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇല്ലേ ഇങ്ങനെ നോക്കിക്കുന്നു, ഇവളെന്ത് എടുത്ത് ഈ ഫോണിൽ നോക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നതെന്ന് ഒരു വിയേർഡ് ഫീലിംഗ്. അതാ ഞാൻ ക്യാമറ താത്തിയത്. പേടിയാവുന്ന എക്സാം കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണ്ട്. ഇനി ഫോറൻസിക് പ്രാക്ടിക്കലോട് കഴിഞ്ഞാൽ നമ്മൾ നേരെ നാട്ടിലേക്കാണ്. പിന്നെ കെമിക്കലാണ് കൊറോസിറ്റി, പിന്നെ ഫിസിക്കലാണെങ്കിൽ തെർമൽ ഡ്യൂ ടു ഹോട്ട് ഫുഡ്സ് ആൻഡ് റേഡിയോ തെറാപ്പി. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഈ ഒരു ടൈമിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ സത്യമായിട്ടൊന്നുമില്ല. നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ചില സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാനില്ല, ഒരു വേണ്ടാത്ത അനാവശ്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻസൊക്കെ അവർ വെക്കുന്നുണ്ട്. ചില ഡേയ്സ് സമ്മതിക്കും, ചില ഡേയ്സ് സമ്മതിക്കില്ല. അതുകൊണ്ട് എനിക്ക് യൂണിവേഴ്സിറ്റി പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയില്ല. അന്ന് പിന്നെ ഫുഡ് കഴിച്ച് അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഈ ക്ലിപ്പ് എന്ന് പറയാൻ നമ്മൾ ജസ്റ്റ് സ്റ്റാർബക്സ് പോയിട്ടുണ്ടായിരുന്നു ഒരു ഡേ പഠിക്കാനും കുറച്ച് ഫോട്ടോസ് എടുക്കാന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് പോയത്. കാരണം ബർത്ത്ഡേ ഒക്കെ വരികയാണല്ലോ. ജൂലൈ 16th എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സോ 11 മണി ഒരു 50 ആയപ്പോൾ ഞാനൊരു കുഞ്ഞി കഷ്ണം കേക്കും കുറച്ച് ചോക്ലേറ്റ്സും എൻ്റെതായിട്ടുള്ളൊരു ഡെക്കറേഷനിലോ ഞാൻ സെൽഫായിട്ടൊരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ടൈമായിരുന്നു, എൻ്റെ ഒരു മീ ടൈം എന്നൊക്കെ വേണേൽ പറയാം. കുളിച്ച് ഒരു ന്യൂ ഇയറിലേക്ക് ഞാൻ എന്നെ തന്നെ വെൽക്കം ചെയ്യുന്നൊരു ഇത്. പക്ഷേ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഇവിടെ എക്സാംസിനുള്ളിൽ കൂടിയാണ് എൻ്റെ ബർത്ത്ഡേ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് അതിലൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാകില്ല. പക്ഷേങ്കിൽ നമുക്കങ്ങനെ വിടാൻ പറ്റില്ലല്ലോ, 22 വയസ്സൊക്കെ ആയല്ലോ. സോ ഞാൻ സെൽഫായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു ഇതിലാണ് എക്സാമിൻ്റെ ഒരു കുറച്ച് ടൈം ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെച്ചത്. പിന്നെ ഒരു 12-10 ആകുമ്പോൾ ഒരാൾ കേക്കും കൊണ്ട് വരുന്നു, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ശരിക്കും വിഷമമായി, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ കുറേ കരഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈജിപ്തിലെ കേക്ക് വലിയ താല്പര്യമില്ല, ചോക്ലേറ്റ് കേക്ക് ആണെങ്കിലും എന്താണെങ്കിലും. പക്ഷേ ഈ ഒരു ഫ്ലേവറിൽ ഈ ഒരു കുഞ്ഞ് കേക്ക് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര കുഞ്ഞ് കേക്കായിട്ട് തന്നെ വന്നത്. ഭയങ്കര ക്യൂട്ടായിരുന്നു റെഡ് റിബണിലൊക്കെ. സോ അങ്ങനെയായിരുന്നു അന്നത്തെ ഒരു ഡേ പോയിരുന്നത്. പിന്നെ രാവിലെ എക്സാമിന് പോകുന്ന വഴി നമ്മളൊരു ഈജിപ്ഷ്യൻ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ആ സാൻഡ്വിച്ചൊക്കെ കഴിച്ച് ആ വഴിയാണ് എക്സാമിന് പോയത്. കാരണം നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് പോകുന്ന വഴി തന്നെ 10 പൗണ്ടിന് കിട്ടുന്നതാണ് ഈ സാൻഡ്വിച്ച്. അങ്ങനത്തെ 2 എണ്ണം കഴിക്കുമ്പോഴേക്കും നമ്മളെ വയറ് ഭയങ്കര ഫില്ലിങ് ആവും. എക്സാം കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നെ ചാർമിനാറിലാണ് പോയത്. അവിടുത്തെ റിനോവേഷൻ വർക്കൊക്കെ കണ്ടിട്ട് നമ്മൾ ശരിക്കും ഭയങ്കര സർപ്രൈസ്. ഡയറക്റ്റ് വീട്ടിൽ പോയി കിടന്നോ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട്. എക്സാം വലിയ കുഴപ്പമില്ല. ഇനി യൂണിവേഴ്സിറ്റി പറഞ്ഞു, ഇന്നലെ രാത്രി പറഞ്ഞു എക്സാം വലിയ ടഫ് ഒന്നായിരിക്കും, ഈസി ആയിരിക്കും, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാമെന്നൊക്കെ പറഞ്ഞ് അതേപോലെ ആദ്യമായിട്ട് വാക്ക് വലിച്ചു.
താങ്ക് യു. പിന്നെ ഇപ്പം നമ്മളിവിടെ മിസ്റ്റർ ബൈറ്റ് പറഞ്ഞൊരു ഷോപ്പിൽ പോവാ. ലൈറ്റ് കുറവാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. പാനിപ്പൂരി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ട്രൈ ചെയ്തില്ലെങ്കിൽ മസ്റ്റ് ട്രൈ. ടേസ്റ്റി ആൻഡ് വെരി ചീപ്പ്. ദിസ് ഇസ് വെജ് സമോസ, വെരി ഗുഡ്. ദിസ് ഇസ് ചിക്കൻ ഫ്രൈഡ് റൈസ്, 85 pounds. ഇതിന്റെ ടേസ്റ്റ് മാറിയല്ലോ. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ചാർമിനാറിൽ വന്നിട്ടുണ്ട്. നമ്മ ഒരു ഈജിപ്ഷ്യൻ ഒരു ഫ്രണ്ട് ഉണ്ട്, ലൈക്ക് സിസ്റ്റർ ജിഹാദ്. പുള്ളിക്കാരൻ എനിക്ക് എന്തൊരു ഗിഫ്റ്റ് ഇവിടെ ഏൽപ്പിച്ചു കൊല്ലസ് ബർത്ത്ഡേ. അപ്പം അതെന്താ നമുക്ക് നോക്കാം. ചാർമിനാറിൽ ആര്യയുടെ ബർത്ത്ഡേ പ്രകാരം പായസം. എന്ത് പായസാ? ഓ, ചെറുപയർ, പരിപ്പ്, മറ്റേ കുത്തരി ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില്ല. എടാ ഇത് പരിപ്പ് പായസമൊക്കെ അടിപൊളിയാടാ. പായസം കുടിക്കാം. ചാർമിനാറിൽ പോയി അത് കളക്ട് ചെയ്ത പണ്ട് ചാർമിനാറിലെ പായസം ആലോചിച്ചു. എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് പായസം കുടിക്കാൻ പറ്റി. പിന്നെ ഇതാണ് ജിഹാദ് തന്നത്. അവള് ഭയങ്കര ആനയുടെ ഫാനാണ്. സോ ആന അങ്ങനെ. സോ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഫുട്ബോൾ കാണാൻ വന്നതാണ്. ഇവിടെ ഇപ്പോൾ ഏതൊക്കെ അറബികളും സുഡാനീസൊക്കെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. നല്ല രസമാണ്. നാട്ടിൽ പോകുമ്പോൾ ഇതൊക്കെ ആയിരിക്കും മിസ് ചെയ്യാം നമ്മൾ. ഈ രാത്രി വീടിൻ്റെ ചാവി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് തോന്നുന്ന സമയത്ത് കയറി പോവുമല്ലോ. നാട്ടിലത് നടക്കൂലല്ലോ. പുറത്ത് പോവാമെങ്കിലും തോന്നുന്ന സമയത്ത് കയറി നടക്കൂലല്ലോ. എന്നത് നമ്മൾ 19-ാം തീയതി എക്സാം കൂടി കഴിഞ്ഞാൽ ഈ വ്ളോഗിനൊരു എൻഡായിരിക്കും. ജൂലൈ 2 തുടങ്ങിയ ഈ വ്ളോഗ് ജൂലൈ 19 എൻഡ് ആവുന്നതായിരിക്കും. ജൂലൈ 19 നമ്മൾ ട്രാവൽ വ്ളോഗ് എടുക്കും. നാട്ടിലെത്തിയിട്ട് വീഡിയോസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നടന്നാൽ മതിയായിരുന്നു. നമ്മൾ കഴിഞ്ഞ് സോ നമ്മൾ നാട്ടിൽ പോവാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 1 മണിയായി. നമുക്കൊരു 5 മണി നമുക്ക് എയർപോർട്ടിലേക്ക് പോവണം. ഇങ്ങനെ കുറച്ച് പരിപാടീസുണ്ട്. സോ എക്സാംസൊക്കെ അടിപൊളിയാണെന്ന് ആയിരുന്നു. ഇൻഷാല്ലാ പാസ്സാവുമെന്ന് വിചാരിക്കുന്നു. റിസൾട്ട് വരാൻ എന്തായാലും 2 to 3 വീക്സിനുള്ളിൽ എന്തായാലും റിസൾട്ട് വരും. നാട്ടിലായിരിക്കും ആ ടൈമിൽ. എന്തൊരു വെയിലറിയും. വെയിലിൽ നിന്ന് എങ്ങനെയൊന്ന് പോയി കിട്ടിയാൽ മതിയെന്നുള്ളായിരുന്നു. സോ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ എനിക്ക് ട്രാവലിംഗ് വ്ളോഗ് എടുത്തുറങ്ങണം. ഈ വ്ളോഗിൽ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ അതും അറിയൂല. ഒരു മെമ്മറി അല്ലേ. അപ്പം ശരി, ബൈ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.